ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ 360 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷമുള്ള കൊച്ചു വീഡിയോ. എറണാകുളം ജില്ലയിൽ തന്നെ വൺ ഓഫ് ദ ടഫസ്റ്റ് ഓഫ് റോഡുകളുടെ ഗ്രാമം എന്നറിയപ്പെടുന്ന ബ്യൂട്ടിഫുൾ ട്രക്കിംഗ് ഡെസ്റ്റിനേഷനൊക്കെയുള്ള ഒരു കൊച്ചു ഗ്രാമം. ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ഗ്രാമത്തിനടുത്ത് കിടക്കുന്ന കാടുകളുടെയും കാവൽക്കാർ എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിലെ ഗ്രാമവാസികൾ തന്നെയാണ്. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ നിന്ന് 32 കിലോമീറ്റർ അകലെയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1200 മീറ്റർ ഉയരത്തിലുള്ള ഈ ചെറിയ മനോഹരമായിട്ടുള്ള ഗ്രാമമാണ് മാമലകണ്ടം. ഈ മാമലകണ്ടത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. വനത്താൽ ചുറ്റപ്പെട്ട ഒരു മായിക ലോകം. കാനനപാതകളുടെ ഇരുവശങ്ങളിലായി കാട്ടുചോലകളും കുഞ്ഞരുവികളുമായി പ്രകൃതി തരുന്ന വിസ്മയങ്ങളുടെ ഒരു സ്വർഗമാണ് മാമലകണ്ടം. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് നമ്മുടെ തന്നെ ഹോം സ്റ്റേ ആയ ഹാവൻ സ്റ്റേ മാനറിൽ നിന്നാണ്. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റാണ് ജോസ്മോൻ ചേട്ടനും ഫാമിലിയും. ഈ വീഡിയോ ഹാവൻ സ്റ്റേയിൽ നിന്ന് മാമലകണ്ടത്തേക്കുള്ള ഒരു യാത്രയാണ്. മാമലകണ്ടത്തെ നമ്മുടെ ആദ്യ യാത്ര കൊയിനിപ്പാറയിലേക്കാണ്. കേരളത്തിലെ ശാന്തമായ ഭൂപ്രകൃതിയിൽ ഒതുങ്ങി നിൽക്കുന്ന മാമലകണ്ടം സമാധാനവും പ്രകൃതി സൗന്ദര്യവും തേടുന്ന സഞ്ചാരികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുകയാണ്. പച്ചപ്പ്, ശാന്തമായ ജലാശയങ്ങൾ, സൗഹൃദപരമായ പ്രാദേശിക സംസ്കാരം എന്നിവയാൽ അറിയപ്പെടുന്ന ഈ ഒളിഞ്ഞിരിക്കുന്ന രത്നം ഏറ്റവും മനോഹരമായ മാമലകണ്ടം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി വേറിട്ട് നിൽക്കുന്നു. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയായാലും നഗരജീവിതത്തിന്റെ അസ്വസ്ഥതകളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾ ആയാലും മാമലകണ്ടം ഒരു നവോന്മേഷദായമായ അനുഭവം പ്രദാനം ചെയ്യുന്നു. മാമലകണ്ടം കൊയിനിപ്പാറ എറണാകുളം ജില്ലയിലെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായ സ്ഥലമാണ്. ഇടുക്കി ജില്ലയുടെ അതിർത്തിയോട് ചേർന്നാണിത്. മനോഹരമായ ഒരു സൂര്യോദയത്തിനായി നമുക്ക് കൊയിനിപ്പാറ കുന്നുകളിൽ പോകാം. ഒരു അത്ഭുതകരമായ ജീപ്പ് ട്രക്കിങ്ങിലൂടെ ജീപ്പിലോ ഹൈക്കിങ്ങോ വഴി നമുക്കിവിടെ എത്തിച്ചേരാം. ജീപ്പിൽ പോവുകയാണെങ്കിൽ രാവിലെ 5:50 യാത്ര ആരംഭിക്കുകയും 5:30 ഹൈക്കിംഗ് വഴി ആരംഭിക്കുകയും വേണം. ജീപ്പിൽ ഒരു സമയം 7 യാത്രക്കാരെ പ്രവേശിപ്പിക്കാം.
ഈ മാമലകണ്ടത്ത് നമ്മുടെ ഈ ജീപ്പ് സഫാരി ഓടിക്കുന്നത് ബെന്നിച്ചേട്ടനാണ്. ബെന്നിച്ചേട്ടൻ എനിക്ക് കുറേ നാളത്തെ പരിചയമുണ്ട്. ബെന്നിച്ചേട്ടൻ ഈ നാട്ടിൽ തന്നെയുള്ള ആളാണ്. ബെന്നിച്ചേട്ടൻ ഏകദേശം 36 വർഷത്തിന് മേളിലായി ഓഫ് റോഡ് തന്നെ ഓടിക്കുന്നു. കാരണം ഇത് ഈ മാമലകണ്ടം എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് ഈ റോഡ് വരുന്നതിനേക്കാൾ മുമ്പ് കംപ്ലീറ്റ് ഓഫ് റോഡ് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ അത്രയും വർഷക്കാലത്ത് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളാണ് ബെന്നിച്ചേട്ടൻ. ബെന്നിച്ചേട്ടനൊരു മകനാണുള്ളത്. ഇന്ന് നമുക്ക് നമ്മുടെ റൈഡിന് കൂടെയുള്ളത് അഖിലാണ്, ബെന്നിച്ചേട്ടൻ്റെ മകൻ. സാധാരണ ബെന്നിച്ചേട്ടൻ തന്നെയാണ് വരുന്നത്. ബെന്നിച്ചേട്ടൻ്റെ മകനും നല്ലൊരു ഡ്രൈവറാണ്. അതുപോലെ തന്നെ ബെന്നിച്ചേട്ടനും ഭയങ്കര എക്സ്പേർട്ട് ഡ്രൈവിംഗ് ആണ്. ഭയങ്കര സെക്യൂർഡായിട്ട്, ഭയങ്കര സേഫായിട്ട്, പ്രത്യേകിച്ച് ഫാമിലിയും കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സേഫായിട്ട് ഇവർ നന്നായിട്ട് ഓടിക്കുന്നത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ബെന്നിച്ചേട്ടൻ്റെ മോൻ ശരിക്കും പറഞ്ഞാൽ എൻജിനീയറിംഗ് ആണ് പഠിച്ചത്. പക്ഷേ എങ്കിലും ഇതിനോടുള്ള ഒരു പാഷനും പിന്നെ അതോടൊപ്പം തന്നെ ബെന്നിച്ചേട്ടൻ്റെ മോൻ സിനിമയിൽ റൈറ്ററും കൂടെയാണ്. വളരെ നല്ല ഒരു വ്യക്തിയാണ് അഖിൽ, ബെന്നിച്ചേട്ടൻ്റെ മോൻ. അതോടൊപ്പം തന്നെ ബെന്നിച്ചേട്ടനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവർ രണ്ടുപേരെയും. എപ്പോഴും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര നല്ല അഭിപ്രായമാണ് ഇവർ രണ്ടുപേരെ കുറിച്ചും പറയുന്നത്. സഞ്ചാരികൾക്ക് ഏറ്റവും അനുയോജ്യമായതും ക്യാമ്പിങ്ങിനും ട്രക്കിങ്ങിനും അനുയോജ്യമായതുമായ സ്ഥലമാണിത്. വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും ആസ്വാദകരവും അവിസ്മരണീയവുമായ അനുഭവങ്ങളിൽ ഒന്നാണ് ഇവിടേക്കുള്ള ട്രക്കിംഗ്. ആന, മാൻ, മ്ലാവ്, കടുവ തുടങ്ങിയ ഏറ്റവും പ്രശസ്തമായ മൃഗങ്ങളെ കാട്ടുകാടുകൾ അവസാന കേന്ദ്രമാക്കുന്നു. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ട്രെക്കിങ്ങിലൂടെ നിങ്ങൾക്ക് അവയെ കാണാൻ സാധിക്കും. നിങ്ങൾ ഈ സ്ഥലത്ത് എന്ന് ചെയ്താലും ഗ്രാമവാസികളാണ് മാമലകണ്ടത്തിൻ്റെ കാവൽക്കാർ. നമ്മൾ പിന്നീട് പോകുന്നത് ഉരുളിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്കാണ്. പ്രദേശത്ത് മറ്റു ചില വെള്ളച്ചാട്ടങ്ങളെ അപേക്ഷിച്ച് വാണിജ്യവൽക്കരിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ ഒളിഞ്ഞിരിക്കുന്ന രത്നം പ്രകൃതിയുടെ നടുവിൽ സന്ദർശകർക്ക് ഒരു അടുത്ത അനുഭവം നൽകുന്നു. പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും പച്ചപ്പ് നിറഞ്ഞ ഈ വെള്ളച്ചാട്ടം ദൈനംദിനം ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒരു ശാന്തമായ ഒരു രക്ഷപ്പെടൽ പ്രദാനം ചെയ്യുന്നു. വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്ര ഒരുപോലെ ആകർഷകമാണ്. കാരണം പ്രദേശത്തെ സമ്പന്നമായ സസ്യജന്തുജാലങ്ങളെ പ്രദർശിപ്പിക്കുന്ന വളഞ്ഞു പുളഞ്ഞ് പാതകളിലൂടെ സന്ദർശകർ സഞ്ചരിക്കുന്നു. മനോഹരമായ കാഴ്ചകൾക്കും ശാന്തമായ അന്തരീക്ഷത്തിനും പേരുകേട്ട കേരളത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ആകർഷകമായ സ്ഥലമാണ് ഉരുളിക്കുഴി വെള്ളച്ചാട്ടം. പാറക്കെട്ടുകളിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ മൃദുലമായ ശബ്ദം ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇത് വിശ്രമത്തിലും ഫോട്ടോഗ്രാഫിക്കും ചെറിയ പിക്നിക്കുകൾക്ക് പോലും അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നു. വെള്ളച്ചാട്ടത്തിന്റെ അടിത്തട്ടിൽ രൂപം കൊണ്ട പ്രകൃതിദത്തക്കുളം ആണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത. ഇത് ചൂടുള്ള ദിവസങ്ങളിൽ തണുപ്പിക്കാൻ അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നു.
പ്രകൃതിയുടെ ശാന്തത ആസ്വദിക്കുന്നവർക്ക് ഉരുളിക്കുഴി വെള്ളച്ചാട്ടം തീർച്ചയായും സന്ദർശിക്കേണ്ട ഒന്നാണ്. കുടുംബങ്ങൾ, ദമ്പതികൾ അല്ലെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവർക്ക് ഇതൊരു മികച്ച തെരഞ്ഞെടുപ്പാണ്. ഈ ശാന്തമായ സ്ഥലത്തിൻ്റെ അതിശയകരമായ കാഴ്ചകളും അതുല്യമായ സൗന്ദര്യവും പകർത്താൻ നിങ്ങളുടെ ക്യാമറ കൊണ്ടുവരാൻ മറക്കരുത്. നിങ്ങൾ സാഹസികത തേടുകയാണെങ്കിലും അല്ലെങ്കിൽ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഉരുളിക്കുഴി വെള്ളച്ചാട്ടം നിങ്ങളുടെ സന്ദർശനത്തിന് ശേഷവും നിങ്ങളുടെ ഹൃദയത്തിന് തങ്ങി നിൽക്കുന്ന ഒരു അവിസ്മരണീയമായ അനുഭവം വാഗ്ദാനം ചെയ്യുന്നു. ഏകാന്തതയും പ്രകൃതി സൗന്ദര്യവും തേടുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് മാമലകണ്ടം. ശാന്തമായ പ്രകൃതി ദൃശ്യങ്ങളും സമ്പന്നമായ സാംസ്കാരിക അനുഭവങ്ങളും കൊണ്ട് ദൈനംദിനം ജീവിതത്തിന്റെ തിരക്കിൽ നിന്ന് വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇത് തികച്ചും അനുയോജ്യമാണ്. മാമലകണ്ടം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിലൂടെയും പ്രധാന നഗരങ്ങളിൽ നിന്ന് മാമലകണ്ടത്തിന്റെ ദൂരം മനസ്സിലാക്കുന്നതിലൂടെയും അവിസ്മരണീയമായ ഒരു യാത്ര ആസൂത്രണം ചെയ്യുന്നതിനുള്ള വഴിയിൽ നിങ്ങൾ എത്തിച്ചേരും. നിങ്ങളുടെ യാത്ര ആസൂത്രണം ചെയ്യാൻ ആരംഭിക്കുക. മാമലകണ്ടത്തിന്റെ ശാന്തതയിലും സൗന്ദര്യത്തിലും മുഴുകുക. പിന്നീട് നമ്മുടെ യാത്ര മുനിപ്പാറയിലേക്കായിരുന്നു. മുനികൾ വന്ന് താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന മുനിയറയാണിത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് മുനിപ്പാറ എന്ന് അറിയപ്പെടുന്നത്. അതുകൂടാതെ ഈ മുനിപ്പാറയെക്കുറിച്ച് പറയുന്നത് പണ്ടിവിടെ മഴയില്ലായിരുന്ന സമയത്ത് ഈ മുനിയറയിൽ വന്നിട്ട് ഒരു പ്രത്യേകതരം പായസം വെച്ച് കൊടുത്താൽ ഇവിടെ മഴയുണ്ടാകും എന്ന കൺസെപ്റ്റ് ഈ നാട്ടുകാർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ മുനിയറയ്ക്ക്. ട്രെക്കിംഗ് ആണ് ഇവിടെ ചെയ്യാൻ കഴിയുന്ന പ്രധാന പ്രവർത്തനം. മുകളിൽ നിന്ന് മാമലകണ്ടത്തിൻ്റെയും പുയങ്കൂട്ടിയുടെയും മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ലഭിക്കും. വൈവിധ്യമാർന്ന പച്ചപ്പ് നിറഞ്ഞ വിവിധതരം സസ്യങ്ങളെ ഉൾക്കൊള്ളുന്നു. സാധാരണ സസ്യങ്ങളിൽ ഔഷധ സസ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. വന്യമൃഗങ്ങളാൽ സമ്പന്നമാണ് ഈ സ്ഥലം. പിന്നീട് നമ്മൾ വരുന്നത് മാമലകണ്ടം സ്കൂളിലേക്കാണ്. സർക്കാർ സ്കൂൾ എന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സർക്കാർ സ്കൂൾ തന്നെ സെലിബ്രിറ്റി ആയാലോ? അതാണ് മാമലകണ്ടം സർക്കാർ സ്കൂൾ. പ്രകൃതി ഭംഗി കൊണ്ട് പ്രസിദ്ധമാണ് ഈ സ്കൂൾ.
അന്തരീക്ഷം സ്കൂളിന് 4 വശവും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. എല്ലായിടത്തും പച്ചപ്പുള്ള വിദൂര കാഴ്ചകൾ. എത്ര സമയം നോക്കി നിന്നാലും മടുക്കാത്ത പ്രകൃതി ഭംഗി. ഒരു മണിക്കൂറെങ്കിലും മഴ പെയ്താൽ പാറയിൽ നിന്നും ചുറ്റിനും വലിയ നീർച്ചാലുകൾ ഒഴുകി വരുന്നത് ആരെയും ആസ്വദിപ്പിക്കുന്ന കാഴ്ചയാണ്. സിനിമ സീരിയൽ ഷൂട്ടിങ്ങുകൾ കൊണ്ട് എപ്പോഴും തിരക്കോട് തിരക്കാണ്. സ്കൂളുകളിൽ 20ഓളം സിനിമാ സീരിയലുകളും നിരവധി തമിഴ് തെലുങ്ക് സിനിമകളിലും ഈ സ്കൂൾ പശ്ചാത്തലമായിട്ടുണ്ട്. പുലിമുരുകൻ സിനിമയുടെ ഒരു രംഗം ഇവിടെ ചിത്രീകരിക്കുവാനുള്ള എല്ലാ പ്രവർത്തനവും നടത്തി. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ അവസാന നിമിഷം അത് മാറ്റി. സ്കൂളിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും എപ്പോഴും സഞ്ചാരികളുടെ തിരക്കാണ്. അവധി ദിവസമാണ് സഞ്ചാരികൾ കൂടുതലെത്തുന്നത്. സെൽഫി എടുക്കലും സ്കൂളിന്റെ വിശേഷങ്ങൾ ചോദിക്കലുമായി ഗേറ്റിനു മുമ്പിൽ എപ്പോഴും തിരക്കാണ്. സന്ദർശകരുടെ തിരക്കായതോടെ റോഡരികിൽ സന്ദർശകർക്കായി ശീതളപാനീയങ്ങളും ലഘു ഭക്ഷണ സാധനങ്ങളും വിൽക്കുന്നവരുടെ തിരക്കും കൂടി വന്നതോടെ ഈ സരസ്വതി നിലയം ശരിക്കൊരു ഹീറോ ആയി മാറിയിരിക്കുകയാണ്. പിന്നീട് നമ്മളൊരു നേച്ചർ വാക്കിന് ഇറങ്ങിയത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മനോഹരമായ സ്ഥലത്താണ്. ഫോറസ്റ്റിന്റെ ഒരു റിയൽ ഫീൽ കിട്ടുന്ന ആനകൾ, മറ്റു മൃഗങ്ങൾ, കടുവ, വെള്ളം കുടിക്കുവാനായിട്ടെത്തുന്ന കാടിന്റെ സൈഡിലൂടെ ഒഴുകുന്ന ഒരു അരുവി. വല്ലാത്തൊരു ഫീലാണ് ഇവിടെ. നമ്മൾ പിന്നീട് എത്തുന്നത് കല്ലടി വെള്ളച്ചാട്ടത്തിലേക്കാണ്. മാമലകണ്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഒളിഞ്ഞിരിക്കുന്ന രത്നമാണ് കല്ലടി വെള്ളച്ചാട്ടം. മാമലകണ്ടത്തിലെ അധികം പരിവേഷണം ചെയ്യപ്പെടാത്ത സ്ഥലങ്ങളിൽ ഒന്നാണിത്. കുതിച്ചുയരുന്ന വെള്ളച്ചാട്ടത്തിന്റെയും പ്രകൃതിയുടെയും സൗന്ദര്യത്തിന്റെയും ശബ്ദങ്ങൾ നിറഞ്ഞ ഈ വെള്ളച്ചാട്ടം ആശ്വാസകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. വെള്ളച്ചാട്ടത്തിന്റെ ഒരു വലിയ കുളത്തിലേക്ക് താഴേക്ക് പതിക്കുന്നു. ഇത് നീന്തലിനും കുളിക്കുന്നതിനും നല്ലൊരു സ്ഥലമാണ്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യമായ സ്ഥലമാണിത്. വെള്ളച്ചാട്ടത്തിന്റെ ചുറ്റുമുള്ള ഇടതൂർന്ന കാട് യാത്രക്കാർക്ക് ഒരു ട്രക്കിംഗ് അനുഭവം നൽകുന്നു. വളരെ സൂക്ഷിച്ചു വേണം ഇതിലെ നടക്കുവാൻ. ഇവിടെ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ്. ഇവിടെയാണ് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തത്. പിള്ളേർക്കൊക്കെ ഭയങ്കരമായി ഇഷ്ടമായി. അവർക്കൊരു നാച്ചുറൽ പൂൾ അല്ലെങ്കിൽ നാച്ചുറൽ വാട്ടറിൽ കുളിക്കുന്ന ഒരു അനുഭവം തന്നെ അവർക്ക് കിട്ടി. ഇവിടെ ആന പ്രൈവറ്റായുള്ള കൃഷിയിടങ്ങളിൽ കയറാതിരിക്കാൻ ഫെൻസിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈറ്റ വെട്ടുന്ന സമയത്ത് ടെൻ്റൊക്കെ കെട്ടി ഈ പാറയുടെ മുകളിൽ താമസിക്കാറുണ്ട്. ഇവിടെ സ്വിം ചെയ്യുന്നത് വളരെ സേഫ് ആണെങ്കിൽ പോലും ഒരു കരുതൽ എപ്പോഴും നല്ലതാണ്. ചില സ്ഥലങ്ങളിൽ കിണർ പോലത്തെ കുഴികളുണ്ട്. എന്നിരുന്നാലും വളരെ മനോഹരമായ വെള്ളച്ചാട്ടം. ഇവിടെ വേനൽക്കാലത്തും വെള്ളമുണ്ടാകും. ലോകത്തിൻ്റെ
മനോഹരമായ സംഗീതം പങ്കുവയ്ക്കുന്നതിനുള്ള പ്രകൃതിയുടെ ഒരു മാർഗമാണ് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടങ്ങൾ മനോഹരമായ ഒരു പറുദീസയാണ്. പിന്നീടുള്ള നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത് മാമലഘട്ടത്തിനോടടുത്തുള്ള കോതമംഗലം മൂന്നാർ റോട്ടിൽ നിന്ന് 10ാം മൈലിലെ ഫ്ലോറ ആൻഡ് ഫൗന എക്കോ പാർക്കിലാണ്. അതിമനോഹരമായ ഒരു അനിമൽ ഫാം വില്ല. കേരളത്തിന്റെ ഹൃദയഭാഗമായ അടിമാലിയിൽ സ്ഥിതി ചെയ്യുന്ന ഫ്ലോറ ആൻഡ് ഫൗണ പ്രകൃതിയുടെ ശാന്തതയും വന്യജീവികളുടെ അത്ഭുതങ്ങളും സമന്വയിപ്പിക്കുന്ന ഒരു സവിശേഷ പെറ്റ് പാർക്കാണ്. അപൂർവ പക്ഷികൾ, ഉരകങ്ങൾ, റെപ്റ്റൈൽസ്, ചെറിയ മാമൽസ് എന്നിവയുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന വിദേശ വളർത്തുമൃഗങ്ങളുടെ ശ്രേണി ഈ പാർക്കിൽ ലഭ്യമാണ്. ഇത് മൃഗപ്രേമികൾക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാക്കി മാറ്റുന്നു. ഇവരുടെ ആകർഷകമാണ് മൃഗശേഖരണത്തിനൊപ്പം വൈവിധ്യമാർന്ന പൂച്ചെടികൾ, ഇൻഡോർ പച്ചപ്പ്, ഔട്ട്ഡോർ സസ്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഇവരുടെ സമൃദ്ധമായ പൂന്തോട്ടങ്ങളിൽ ഇവർ അഭിമാനിക്കുന്നു. ബോൾ പൈത്തൺസ് എല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്. അതിനെ എടുത്ത് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഒരിക്കലും ഹാമല്ല. പ്രകൃതിയെ പരിവേഷണം ചെയ്യാനോ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ വിശ്രമിക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫ്ലോറ ആൻഡ് ഫൗന എല്ലാവർക്കും എന്തെങ്കിലും വാഗ്ദാനം ചെയ്യുന്നു. വളർത്തുമൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും വേണ്ടിയുള്ള ഒരു സങ്കേതം മാത്രമല്ല, പ്രകൃതിയുടെ സൗന്ദര്യം അടുത്തനുഭവിക്കുവാനുള്ള ഒരു സ്ഥലവുമാണ് ഈ എക്കോ പാർക്ക്.
ഇവരുടെ ഊർജ്ജസ്വലമായ പൂന്തോട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് മുതൽ ഇവരുടെ വിദേശ മൃഗങ്ങളുമായി ഇടപഴകുന്നത് വരെ ഓരോ സന്ദർശനവും ഉന്മേഷദായകവും വിദ്യാഭ്യാസപരവുമായ അനുഭവം വാഗ്ദാനം ചെയ്യുന്നു. ഇവർ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി വളരെ ഭംഗിയും ബുദ്ധിപരവുമായാണ്. ഫിഷ്, ബേർഡ്സ് നിന്ന് തുടങ്ങി അവസാനം കുട്ടികളുടെ ഒരു പാർക്കിൽ എത്തിച്ചേരുന്നു. അവിടെ നമുക്ക് കഴിക്കാനും കുടിക്കാനും സ്നാക്സ്, ചായ, ജ്യൂസ് എല്ലാം കിട്ടും. അതിനോടടുത്തായി കുതിര സഫാരിയും ചെയ്യാം. ഇവിടെ പ്രായമായവർക്കും കുട്ടികൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാവുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മളെ റെഗുലർ ബേർഡ്സിനെ പോലെ ഇവര് സീഡ്സ് ഒന്നും കഴിക്കാം. ഇവരുടെ ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്ടർ, പോളൻ, ഫ്രൂട്ട്സ് ആണ്. ഹൈ മെയിൻ്റനൻസ് ബേർഡ്സ് ആണ്. നെക്ടർ ആൻഡ് പോളൻ നമുക്ക് ഇവിടെ നിന്നും ഈസിലി അവൈലബിൾ ആണ്. അപ്പൊ ഇവർക്കൊരു സപ്ലിമെന്റ് ഉണ്ട്, വിച്ച് ഈസ് മിക്സ് ഓഫ് നെക്ടർ, പോളൻ ആൻഡ് ഓൾ സപ്ലിമെന്റ്സ് വിച്ച് ദേ റിക്വയർ. അപ്പൊ അതൊരു പൗഡറാണ്. യു ആക്ച്വലി ഹാവ് ടു മേക്ക് എ സിറപ്പ് ഔട്ട് ഓഫ് ദാറ്റ് ആൻഡ് ദെൻ ഫീഡ് ഇറ്റ് ടു ദം. സന്ദർശകർക്ക് ഇവിടെ അധ്യയനത്തിന്റെ ഫലങ്ങൾ ആസ്വദിക്കാനും അനുവദിക്കുന്ന പുതിയ ഉഷ്ണമേഖലാ പഴങ്ങളും നാടൻ ഉൽപ്പന്നങ്ങളും ഇവർ വാഗ്ദാനം ചെയ്യുന്നു. ഇത് 4 ഏക്കർ സ്പേസിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ 40-ൽ പരം ഐവറിയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ഐവറി, കുറേ അധികം ബേർഡ്സ്, പിന്നെ ഇതിലെ മെയിനായിട്ട് ഫിഷിൻ്റെ ഷേപ്പിലുള്ള ഒരു ഫിഷ് പോണ്ടാണ്. 1000-ഓളം ഫിഷുകളുള്ള ഇവിടെ നമുക്ക് ഇതിന് ഫീഡ് ചെയ്യാനുള്ള അവസരവും അവരൊരുക്കി തരുന്നു. ഇവിടെ ആരോഗ്യമുള്ളതും സന്തോഷമുള്ളതുമായ സമൂഹത്തിന് ഏറ്റവും മികച്ച വളർത്തുമൃഗത്തീറ്റ ഓപ്ഷനുകൾ പരിവേഷണം ചെയ്യുന്നു. വളർത്തുമൃഗങ്ങളുമായി ഇടപഴകുന്നതിനായി ഗ്രൂപ്പുകൾക്കായുള്ള പ്രത്യേക ഷോകൾ വിനോദസഞ്ചാരികൾക്ക്
തയ്യാറെടുക്കാനും അവരെ ആകർഷിക്കാനും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കാനുമുള്ള വഴികൾ ഫ്ലോറ ആൻഡ് ഫൗന കാണിച്ചു തരുന്നു. ജോർജ് ഓർവെൽ പറഞ്ഞതുപോലെ ഉൽപ്പാദിക്കാതെ ഭക്ഷണം കഴിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. അവൻ പാൽ തരുന്നില്ല, കലപ്പ വലിക്കാൻ അവന് വളരെ ദുർബലനാണ്, മുയലുകളെ പിടിക്കാൻ അവന് വേഗത്തിൽ ഓടാൻ കഴിയില്ല. എന്നിട്ടും അവൻ എല്ലാ മൃഗങ്ങളുടെയും അധിപനാണ്. അവൻ അവയെ ജോലിക്ക് സജ്ജമാക്കുന്ന, പട്ടിണി കിടക്കാതിരിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ തുക അവൻ അവയ്ക്ക് തിരികെ നൽകുന്നു. ബാക്കിയുള്ളത് അവൻ തനിക്കായി സൂക്ഷിക്കുന്നു. ഇവിടുത്തെ ബാത്റൂംസ് എല്ലാം വളരെ വൃത്തിയുള്ളതാണ്. എല്ലാ സ്ഥലവും ഇവിടെ ഇവർ നല്ല വൃത്തിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ വലിയൊരു ഇഗ്വാനയുടെ സ്ട്രക്ചർ കാണാം. ഇവിടെ മിയാവാക്കി ഫ്രൂട്ട് ഫോറസ്റ്റ് ഉണ്ട്. ഏകദേശം 150-ൽ അധികം ഇനങ്ങളുടെ ഫ്രൂട്ട്സ് ആണ് ഉള്ളത്. പിന്നെ അവിടുന്ന് നേരെ ചെല്ലുന്നത് ഒരു അക്വേറിയം പോലെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഫൗണ്ടനിലേക്കാണ്. അതായത് ആർട്ടിഫിഷ്യൽ വാട്ടർ ഫൗണ്ടൻ ആണ്. നമ്മളിത് വരുന്നത് ഹാവൻസ്റ്റേ മാനർ എന്ന നമ്മുടെ തന്നെ ഹോം സ്റ്റേയിൽ നിന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ചേലാട് ഉരുളൻതണ്ണി റൂട്ടിലാണ് വരുന്നത്. നമ്മുടെ ഹോം സ്റ്റേയിൽ നിന്ന് ഏകദേശം ഒരു 45 മിനിറ്റാണ് ഉരുളൻതണ്ണിയിലേക്കുള്ളത്. നമ്മൾ പോകുന്നത് ഒരു 5 മണി വെളുപ്പിനെയാണ്. ഇതിലും നേരത്തെ നമ്മൾ ഉരുളൻതണ്ണി മാമലകണ്ട റൂട്ടിൽ വരാറുണ്ട്. വെളുപ്പിനെ ആകുമ്പോൾ ഇതിലെ മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഒരുപക്ഷെ മൃഗങ്ങളെ കണ്ടില്ലേലും വെളുപ്പിനെ ഈ ഉരുളൻതണ്ണി മാമലകണ്ട റൂട്ടിൽ യാത്ര ചെയ്യുന്നത് തന്നെ ഭയങ്കര ഒരു അഡ്വഞ്ചറായിട്ട് തോന്നും. വളരെ മനോഹരമായിട്ടുള്ള റൂട്ടാണ് ഉരുളൻതണ്ണി മാമലകണ്ട റൂട്ട്.
നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് ഹാവൻ സ്റ്റേ മാനറിൽ നിന്നാണ്. ഇവിടെ എല്ലാ അതിഥികൾക്കും സുഖകരവും വിശ്രമിക്കുന്നതുമായ ഒരു വിശ്രമ കേന്ദ്രം ഒരുക്കുന്നതിൽ ഹാവൻ സ്റ്റേ മാനർ പ്രതിജ്ഞാബദ്ധമാണ്. വിനോദത്തിനോ ബിസിനസ്സിനോ പരിവേഷണത്തിനോ ആകട്ടെ ഓരോ അതിഥിക്കും അവിസ്മരണീയമായ ഒരു താമസം ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് എന്നുറപ്പാക്കുക എന്നതാണ് ഹാവൻ സ്റ്റേയുടെ ദൗത്യം. അസാധാരണമായ സേവനം വാഗ്ദാനം ചെയ്യുന്നതിനും എല്ലാവർക്കും ആകർഷകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും ഹാവൻ സ്റ്റേയുടെ ടീം പ്രതിജ്ഞാബദ്ധമാണ്. ഹാവൻ സ്റ്റേയുടെ താമസത്തിൻ്റെ എല്ലാ വശങ്ങളും പ്രതീക്ഷകൾ കവിയാൻ ഞങ്ങൾ ലക്ഷ്യമിടുന്നു. ഹാവൻ സ്റ്റേ മാനർ, ഇതിൽ ഹാവൻ എന്നാൽ അഭയസ്ഥാനം, അഭയം അല്ലെങ്കിൽ സുരക്ഷിതത്വം എന്നിവയുള്ള ഒരു സ്ഥലമാണ്. ആളുകൾക്ക് സുരക്ഷിതത്വവും പരിരക്ഷണവും സുഖം എന്നിവ അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണിത്. മാനർ എന്നാൽ ഒരു ഫാം അല്ലെങ്കിൽ ഒരു വലിയ ലാൻഡിനാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം അല്ലെങ്കിൽ മാൻഷൻ. ഹാവൻ സ്റ്റേ മാനർ എന്നാൽ സുരക്ഷിതത്വവും സമാധാനപരവുമായ ഒരു വലിയ ഫാമിനാൽ ചുറ്റപ്പെട്ട ഒരു അഭയസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. വളരെ മനോഹരമായ ഫാമും കുളവും മ്യൂസിയവുമുള്ള ഒരു ഹോം സ്റ്റേ ആണ് ഹാവൻ സ്റ്റേ മാനർ. ഇവിടെ ജോസ്മോൻ ചേട്ടനും ഫാമിലിയും വളരെ നന്നായി എൻജോയ് ചെയ്തു. ഇതൊരു പ്ലാന്റേഷൻ ഹോം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മിക്സഡ് ക്രോപ്പിംഗ് ആയിട്ടുള്ള ഒരു ഫാം സ്റ്റേ. ഇതിലൊരു നാച്ചുറൽ പൂൾ വരുന്നുണ്ട്. മ്യൂസിയം ഉണ്ട്. മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നതിനേക്കാൾ മുമ്പ് ഇത് നമ്മുടെ ആൻസെസ്റ്റർ പ്രോപ്പർട്ടി ആയിരുന്നു. ഇവിടെ ഇരുന്ന ആൻറ്റിക് ഐറ്റംസ് ഒക്കെയാണ് മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്നത്. അവിടെ തന്നെയാണ് ഇൻഡോർ ഗെയിംസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ക്യാമ്പ് ഫെയർ ഭയങ്കര സ്പെഷ്യലാണ്. അതിൻ്റെ ബിഗിനിങ് ഓഫ് ഫയർ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ് ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ എല്ലാവരും എൻജോയ് ചെയ്യുന്നത് ഈ ക്യാമ്പ് ഫെയറിലാണ്. പിന്നീടുള്ള ഡാൻസും പാട്ടും എല്ലാവരും എൻജോയ് ചെയ്യും. ഇവിടെ ജോസ്മോൻ ചേട്ടൻ്റെ മോൻ കോങ്കോ ഒക്കെ പ്ലേ ചെയ്തു. ഇവിടെ എല്ലാം പ്രകൃതിയുമായി ലിങ്ക് ചെയ്യുന്നതാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഇവിടുത്തെ ഗാർഡനിങ്, ക്യാമ്പ് ഫെയർ, ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നതിലും കുളത്തിലെ ഒരു ഗാർഡ് അല്ലെങ്കിൽ സ്വിമ്മിംഗ് കോച്ച് ഒക്കെയായി ഹാവൻ സ്റ്റേയുടെ കെയർ ടേക്കറായി നിൽക്കുന്നത് ഉല്ലാസേട്ടനാണ്. ഉല്ലാസേട്ടൻ അദ്ദേഹത്തിന് പല ചെപ്പടി വിദ്യകളും അറിയാം. ഉല്ലാസേട്ടൻ സ്കൗട്ടിൽ ഏകദേശം 26 വർഷമായി ആക്റ്റീവാണ്. അത്യാവശ്യം ടാപ്പിംഗ്, ഗാർഡനിങ്, മരം കയറൽ, എല്ലാത്തരം തോട്ടത്തിലെ പണികളും ഉല്ലാസേട്ടന് ചെയ്യാൻ ഒരു മടിയുമില്ല. ഇവിടെ വരുന്ന ഗസ്റ്റിനെ പല ഗെയിംസ് കളിപ്പിക്കുക, പലതരം അവരെ ആക്റ്റീവായി നിർത്തുക, ഇതെല്ലാം ചെയ്യുന്നത് ഉല്ലാസേട്ടനാണ്. ഇതുകൂടാതെ നമുക്ക് തോട്ടം മുഴുവൻ ഗ്രാസ് കട്ട് ചെയ്യാൻ കുര്യാച്ചേട്ടനും ഉണ്ട്. വളരെ സ്നേഹവും ക്ഷമയുമുള്ള ആളാണ് കുര്യാച്ചേട്ടൻ. ഇവർ രണ്ടുപേരും എപ്പോഴും ചിരിക്കുന്ന ഫേസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇവർ രണ്ടുപേരും ഹാവൻ സ്റ്റേക്ക് ഭയങ്കര ഹെൽപ്പാണ്. നമുക്കിവിടെ ചെറിയൊരു മുയലും കൂടുമുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് പക്ഷികളുമുണ്ട്. ഫാമിലി ഗെറ്റ് ടുഗദർ വരുമ്പോൾ കുട്ടികൾ കൂടുതലും ഇവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഗസ്റ്റിന് ഫ്രൂട്ട്സ് എല്ലാം ഫാമിൽ നിന്ന് സീസൺ അനുസരിച്ച് കൊടുത്തുവിട്ടിട്ടുണ്ട് ഫ്രീ ആയിട്ട്. പിന്നെ നമ്മുടെ മ്യൂസിയത്തിൽ തന്നെയാണ് ഇൻഡോർ ഗെയിംസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. മ്യൂസിയത്തിൽ ടേബിൾ ടെന്നീസ്, ആർച്ചറി, ഇൻഡോർ ഹോക്കി, ക്യാരംസ്, ചെസ്, കാർഡ്സ്, ബാഡ്മിൻ്റൺ, കുട്ടികൾക്ക് പറ്റിയ എല്ലാ ഗെയിംസും ഇവിടെയുണ്ട്. ഈ ഫാമിൽ പല വെറൈറ്റി ഫ്രൂട്ട്സ്, പ്ലാന്റ്സ്, വെജിറ്റബിൾസ്, ട്രീസ് എല്ലാം ഉണ്ട്. പ്രകൃതിയുടെ ഒരു കോണിൽ ശാന്തമായി ജീവിച്ചുകൊണ്ട് എപ്പോഴും ഇതുപോലെ ആയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പ്രകൃതിയുമായി തുല്യമായ ലാളിത്യവും നിഷ്കളങ്കതയും നിറഞ്ഞ ജീവിതം നയിക്കുവാനുള്ള സന്തോഷകരമായ ക്ഷണമായിരുന്നു എല്ലാ പ്രഭാതവും.
എല്ലാ യഥാർത്ഥ അറിവുകളുടെയും ഉറവിടമാണ് പ്രകൃതി. ഈ സ്വർഗതുല്യമായ യാത്രയാണ് നമ്മൾ ഹാവൻസ്റ്റേയിൽ നിന്ന് നടത്തുന്നത്. ഒരിക്കൽ റാൽഫ് വാൽഡോ എമേഴ്സൺ പറഞ്ഞതുപോലെ, പ്രകൃതി എപ്പോഴും ആത്മാവിൻ്റെ നിറം ധരിക്കുന്നു. നമ്മൾ ഈ യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം, കുന്നുകളും മലകളും വെള്ളച്ചാട്ടവും ജീപ്പ് ഓഫ് റോഡും സൂര്യോദയവും മൃഗങ്ങളെയും എല്ലാം കാണാനിടവന്നു. അതിമനോഹരമായിട്ടുള്ള യാത്ര അല്ലേ? എ ജേർണി നെവർ എൻഡ്സ് ഫ്രം ഹാവൻസ്റ്റേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതുവരെ കാത്തിരിക്കുക. സൈനിങ് ഓഫ്. ദിസ് ഇസ് മനോജ് ഫ്രം ട്രാവലർ 360. ബൈ. മഴയുടെ ഭംഗി അത് എങ്ങനെ പെയ്യുന്നു എന്നതാണ്. കൊടുങ്കാറ്റ് കടന്നു പോകാൻ കാത്തിരിക്കുന്നതല്ല ജീവിതം. മഴയത്ത് നൃത്തം ചെയ്യാൻ പഠിക്കുന്നതിനെ കുറിച്ചാണ്.